ഓണക്കാലമൊക്കെ കഴിഞ്ഞു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഓണമൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ പ്രവാസികൾക്ക് കുറേ ഓണമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയ നോട്ടിംഗ്ഹാമിലെ മലയാളി അസോസിയേഷൻ്റെ ഓണ പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായെങ്കിലും കുറച്ച് ലേറ്റായിട്ടാണ് വരണത്. രാവിലെ പുറപ്പെടുന്ന സമയത്ത് വലിയ മഴയൊന്നുമില്ലെങ്കിലും ഇറങ്ങാൻ നേരത്ത് നല്ല മഴ കിട്ടി. അതുകൊണ്ട് ഫോട്ടോസ് എല്ലാം നമ്മൾ അകത്തിരുന്നാണ് എടുത്തത്. ചിങ്ങമേളം എന്നായിരുന്നു ഇത്തവണത്തെ ഓണത്തിൻ്റെ പേര്, പരിപാടിയുടെ പേര്. ആദ്യം തന്നെ സദ്യയും കാര്യങ്ങളും എല്ലാം കഴിച്ചതിന് ശേഷം നമ്മളിതാ പരിപാടികളിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ സീറ്റുകളൊക്കെ വന്ന് പിടിച്ചു. ആ സമയത്ത് പന്തികളായിട്ട് ഓരോ പന്തികളായിട്ട് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ നോട്ടിംഗ്ഹാം മലയാളി അസോസിയേഷനിൽ ഓരോ കുട്ടികളുടെയും പരിപാടികളുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് അനുശ്രീ എസ് നായരായിരുന്നേ. അപ്പോൾ നല്ല അടിപൊളി ആങ്കറിംഗ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ച് നല്ലതായിട്ട് എല്ലാവരും ആക്റ്റീവാക്കി നിർത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ശ്രേഷ്ഠയുടെ നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു. ഒരുപാട് പ്രോപ്പർട്ടീസൊക്കെ വെച്ച് നല്ല അടിപൊളി ഡാൻസും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അതിന് പുറകെ ഒരുപാട് കലാകാരന്മാരും കലാകാരികളൊക്കെയുള്ള ഒരു കുടുംബമാണ് NMCA കുടുംബം. അപ്പോൾ അവരുടെ എല്ലാം പരിപാടി ഉണ്ടായിരുന്നു. ഇതിനിടയിൽ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും വന്ന് ഒഫീഷ്യലി അത് ഇനോഗ്രേറ്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. പുലിക്കളികളുണ്ടായിരുന്നു. അതുകൂടാതെ മാവേലി ഇല്ലാതെ എന്താഘോഷം. മാവേലി തമ്പുരാനും എത്തി എല്ലാവരെയും അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒഫീഷ്യലി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളക്കൊക്കെ കൊളുത്തി എല്ലാവരും ആഘോഷിച്ചു കേട്ടോ. പിന്നെ വീണ്ടും ഓരോ പരിപാടികളായിട്ടുണ്ടായിരുന്നു. ഒരുവിധം ഡാൻസുകളെല്ലാം കൊറിയോഗ്രാഫ് ചെയ്തത് ഫിദയായിരുന്നു കേട്ടോ. ഡിഫോ ഡാൻസ് ഫെയിമാണ്. അപ്പോൾ ഫിദയുടെ ഒരു സ്പോട്ട് കൊറിയോഗ്രാഫി ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരു തിരുവാതിരയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതെൻ്റെ വീഡിയോ എനിക്ക് മിസ്സായി. പിന്നെ ഇത് പാഞ്ചാലിയുടെ കഥയാണ് കേട്ടോ, ദ്രൗപദി. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആവിഷ്കാരമായിരുന്നു. നല്ല അടിപൊളിയായ പരിപാടിയായിരുന്നു കേട്ടോ. ആ ഒരു പ്രത്യേകം എടുത്തു പറയേണ്ടത് ആ വസ്ത്രാക്ഷേപത്തിൻ്റെ സമയം, എന്താ പറയുക, നല്ല അടിപൊളി പരിപാടി തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഓരോരോ പരിപാടികളായിട്ട് വീണ്ടും എന്താ പറയുക, ക്ലാസിക്കലായിട്ടാണെങ്കിലും ആൺകുട്ടികളുടെ പരിപാടികളായിട്ടാണെങ്കിലും പാട്ട് എല്ലാം ഉണ്ടായിരുന്നു. കുഞ്ഞുകുട്ടികൾ മാത്രമല്ല കേട്ടോ, വലിയവരും പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. കുറച്ച് ഗ്രൂപ്പ് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. NMCA സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇത്തവണത്തെ പ്രോഗ്രാമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചു ഇത്തവണ ആദ്യമായിട്ട് NMCA പരിപാടിയിൽ പാട്ട് പാടാനായിട്ട് കയറിയിട്ടുണ്ട്. ഇത്രയും നാളെ കഴിഞ്ഞ തവണ ഡാൻസ് കളിക്കാനായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. ഇത്തവണ പാട്ട് പാടാനാണ് കേട്ടോ. അങ്ങുവാനക്കോണിലാണ് അവൾ പാടിയത്. ഇച്ചിരി നെർവസൊക്കെ ആയിരുന്നു ആദ്യം എന്നുണ്ടെങ്കിലും പിന്നീട് അവൾ സെറ്റപ്പായി കുഴപ്പമില്ലാണ്ട് പാടി. എല്ലാ കുട്ടികൾക്കും പരിപാടി അവതരിപ്പിച്ച എല്ലാ കുട്ടികൾക്കും ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷനായിട്ട് ഒരു മെഡൽ തരുന്നുണ്ട് കേട്ടോ. അതും കൂടി കിട്ടി. അവൾ ഹാപ്പിയായി. ആ നെർവസ്നെസ്സൊക്കെ ഒന്ന് മാറി കിട്ടി. ബാക്കി പരിപാടികളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഡാൻസും പാട്ടും എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഏറ്റവും അവസാനത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു ലൈവ് ബാൻഡ് പരിപാടിയായിരുന്നു. അതിനു മുന്നേ തന്നെ നമുക്കിത് ഭൂതപ്പാട്ടിൻ്റെ ഒരു ആവിഷ്കാരം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ ദ്രൗപദീയുടെ പറഞ്ഞില്ലേ, അതേ ടീമിൻ്റെ തന്നെയായിരുന്നു. ബാക്കി പരിപാടികളും കഴിഞ്ഞ് ലാസ്റ്റിൻ്റെ തൊട്ട് മുന്നേ എന്ന് പറയാം ബാൻഡായിരുന്നു. അതിനുശേഷം ഒരു DJ പാർട്ടിയും കൂടി ഉണ്ടായിരുന്നു. അതിന് നമ്മൾ നിന്നില്ല കേട്ടോ. നമ്മൾ തിരിച്ച്